എല്ലാവർക്കും നമസ്കാരമുണ്ട് കേട്ടോ. മരീൻസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പി വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു കട്ട്ലറ്റാണ്. കാണുമ്പോൾ തന്നെ അറിയാം, നല്ല കളറാണ്, നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതുണ്ടാക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ എളുപ്പമാണ്. ബ്രെഡും ഉരുളക്കിഴങ്ങും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്നാക്സ് ബോക്സിൽ കൊടുത്തയക്കാം. 4 മണിക്ക് നമുക്കൊരു ചായയും ഈ ഒരു കട്ട്ലേറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായി. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ നമുക്കിത് ചെയ്യാൻ തുടങ്ങാം. ഇത് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബൗളിനകത്തോട്ടാണ് എല്ലാ മസാലക്കൂട്ടുകളും ബ്രെഡും ഉരുളക്കിഴങ്ങും ഒക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ബൗളിനകത്തോട്ട് ആദ്യം ചേർക്കുന്നത് എന്നതാ, ബ്രെഡ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 5 ലോഫ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ അംഗങ്ങളുടെ അനുസരിച്ചിട്ട് വ്യത്യാസപ്പെടും. അപ്പോൾ ഈ 5 ലോഫ് ബ്രെഡ് നന്നായിട്ട് പിച്ച് കൊടുക്കണം. പിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊട്ടിച്ചിടുക. അത് ചെറിയ ചെറിയ തരികളായിട്ട് പൊട്ടിച്ചിടുക. എത്രത്തോളം തരികളാക്കാൻ പറ്റുന്നോ അത്രത്തോളം ആക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ച് തരികളൊക്കെ ആക്കിയിട്ട് പിന്നെ നമ്മുടെ എല്ലാ മസാലക്കൂട്ടുകളൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് കുഴച്ചെടുത്താൽ മതി. പറ്റുകയാണെങ്കിൽ നല്ല തരികളാക്കി എടുക്കാം. ഇതേപോലെ ആക്കണം, ഇതിലും വിട്ട് ആക്കണം. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ആക്കിയെടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ഉരുളൻകിഴങ്ങാണ് എടുക്കുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞോണം, ബ്രെഡിൻ്റെ കണക്ക് പറഞ്ഞോണം. നിങ്ങളുടെ അംഗങ്ങൾക്ക് അനുസരിച്ചിട്ട് ഉരുളൻകിഴങ്ങ് വ്യത്യാസപ്പെടും. അപ്പോൾ ഇത് നന്നായിട്ട് കൈകൊണ്ട് ഉടച്ചെടുത്തിട്ട് ഉരുളൻകിഴങ്ങ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഈ ബ്രെഡിനകത്തോട്ട് തട്ടി കൊടുക്കുക. ഇത് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളിത് കൂട്ടിയെടുക്കണ്ട. ഇതിനകത്തോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ആദ്യം ചേർക്കാൻ പോകുന്നത് ഒരു പിടി വേപ്പിലയുണ്ട്, കുറച്ചധികം വേപ്പിലയുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ അടിയിൽ കാണുന്നത് സവാളയാണ്. അത് 2 മീഡിയം വലിപ്പമുള്ള സവാളയാണ്. അതും തട്ടി കൊടുക്കാം. ഇതിൻ്റെ കണക്കൊന്നും ഞാൻ പറയണില്ല, അത് നിങ്ങളുടെ എത്ര ആൾക്കാണ് ഉണ്ടാക്കുന്നത് അതനുസരിച്ചിട്ട് എടുക്കാം. അപ്പോൾ വേപ്പിലും സവാളയും തട്ടിക്കൊടുത്തു. മല്ലിയില വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇല്ല കേട്ടോ, ഇഞ്ചിയും പച്ചമുളകും മാത്രമേ ഉള്ളൂ. ഇത് ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞോണം, മല്ലിയില ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് നമുക്ക് പൊടികൾ ഓരോന്നോരോന്ന് ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാനിവിടെ ചേർക്കുന്നത് മുളക് പൊടിയാണ്. അത് എരിവിനനുസരിച്ച്, അല്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ നല്ല കളർ കിട്ടും. അപ്പോൾ എരിവിന് നിങ്ങൾക്ക് ഇതേപോലെ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. അതും നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാം. അത് കഴിഞ്ഞ് ഇതിനകത്തോട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് പുഴുങ്ങുമ്പോൾ ഉപ്പിട്ടിട്ടാണെങ്കിൽ പുഴുങ്ങണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നമ്മുടെ കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കണം. അതിന് മുന്നേ നമുക്ക് ഇതിനകത്തോട്ട് കടലമാവ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 വലിയ സ്പൂൺ കടലമാവാണ് ചേർക്കുന്നത്. അതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ഇങ്ങനെ എന്നാ പറയുക, നമ്മളിപ്പോൾ ചപ്പാത്തിയുടെ മാവൊക്കെ കുഴക്കില്ല, അതേമാതിരി കുഴച്ചെടുക്കുമ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഭയങ്കരമായിട്ട് ഉണ്ടായിരിക്കും, ഈ സവാളയിൽ നിന്നും എല്ലാത്തിനും വരുന്നത്. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുന്നത്, അതും കടലമാവും ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ബ്രെഡ് ക്രംസ് ഇപ്പോൾ ചേർക്കണ്ട, നമുക്ക് കടലമാവ് ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കൈകൊണ്ട്. എന്നിട്ട് അതിനനുസരിച്ച് വെള്ളം എത്ര വരുന്നോ അതിനനുസരിച്ച് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം നമുക്കിത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഈ ബ്രെഡ് ക്രംസ് നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നത് ഉപയോഗിക്കാം. അതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ റസ്ക് വാങ്ങിച്ചിട്ട് അത് പൊടിച്ചെടുത്താൽ മതി കേട്ടോ, അതും കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ കണ്ടോ, കുഴച്ച് കഴിഞ്ഞപ്പോൾ കണ്ടോ നല്ല ലൂസാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ റസ്കിൻ്റെ പൊടി, അത് നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന റസ്ക് എടുത്തിട്ട് മിക്സിയുടെ ജാറിനകത്തോട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അതിൻ്റെ കണക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ജസ്റ്റ് കൊട്ടി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് നോക്കുകയാണ് ഇത് മതിയോ എന്നുള്ളത്. അങ്ങനെ നോക്കിയിട്ട് കറക്റ്റ് സൈസ് വന്നു. ഇപ്പോൾ നല്ല സ്റ്റിഫായി, ഇങ്ങനെ വെള്ളത്തിൻ്റെ ഇതൊന്നും വരുന്നില്ല, ഉരുട്ടുമ്പോൾ കറക്റ്റായിട്ട് ബോളായിട്ട് വരും എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിർത്താം. അത്രയും നിങ്ങൾ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇത് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. അപ്പോഴാണ് ഇതിനകത്ത് എന്തോരം നമ്മൾ ഈ ബ്രെഡ് ക്രംസ് ചേർക്കണം എന്നുള്ളത് അറിയത്തുള്ളൂ. ഇത് നന്നായിട്ട് കുഴച്ച് നല്ലൊരു ബോളാക്കി വെക്കുക. ആ ബോളാക്കി വെക്കുമ്പോൾ അതിനകത്ത് നേരത്തെ നമ്മൾ ബ്രെഡ് ക്രംസ് ചേർക്കുന്നതിന് മുന്നേ കുഴച്ചപ്പോൾ നല്ല ലൂസല്ലായിരുന്നു, അങ്ങനെയല്ലല്ലോ ഇപ്പോൾ നമ്മൾ കുഴയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ബോളാക്കുമ്പോൾ കറക്റ്റ് ഷേപ്പായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ചപ്പാത്തിയുടെ മാവൊക്കെ നമ്മൾ ഉണ്ടാക്കി വെക്കില്ലേ, ആ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ബോളാക്കിയിട്ട് ചപ്പാത്തിക്ക് പരത്തണം. ചെറിയൊരു ബോളാക്കിയിട്ട് കൈയിൻ്റെ ഉള്ളിൽ വെച്ച്, കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന സാധനം നമുക്കറിയാം, കൈയിൻ്റെ ഉള്ളിൽ വെച്ച് ഇങ്ങനെ പരത്തിയെടുക്കുകയാണ്. അതേമാതിരി ആക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എണ്ണയിലിടുമ്പോൾ അത് പൊട്ടിപ്പോവും. അപ്പോൾ ഇത് ബോളാക്കി വെക്കുക. എന്നിട്ട് നമുക്ക് ഓരോ ഉരുളയാക്കിയിട്ട് ഇതിൽ നിന്ന് എടുക്കാം.
ഇപ്പോൾ ബോളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഓരോ ഉരുളയാക്കിയിട്ട് നമുക്ക് കട്ട്ലേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ കൈ നന്നായിട്ട് ഒന്നില്ലെങ്കിൽ വെള്ളം വയ്ക്കുക കൈ രണ്ടുമേ, അല്ലാന്നുണ്ടെങ്കിൽ എണ്ണയാക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ കയ്യിൽ നമ്മൾ ബോളാക്കി എടുക്കുന്ന സമയത്ത് പരത്തി എടുക്കുന്ന സമയത്ത് അത് വിട്ടു പോരത്തില്ല. അപ്പോൾ കൈ നന്നായിട്ട് ഒന്നില്ലെങ്കിൽ എണ്ണയാക്കുക അല്ലെങ്കിൽ വെള്ളമാക്കുക. എന്നിട്ട് അതിൽ നിന്ന് സാധാ നമ്മൾ ലെമണിൻ്റെ സൈസോ അല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തിക്ക് പരത്തുന്ന ആ ഒരു ബോളിൻ്റെ സൈസോ എടുത്തിട്ട് നന്നായിട്ട് റോൾ ചെയ്യുക. റോൾ ചെയ്തിട്ട് സെൻറ്റർ ഭാഗം വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുകയാണ്. സാധാരണ നമ്മൾ കട്ട്ലേറ്റൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ നന്നായിട്ട് റോളാക്കിയിട്ട് അത് കയ്യിൽ ഉള്ളിലിട്ട് നന്നായിട്ട് റോളാക്കിയാൽ മാത്രമാണ് ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഇങ്ങനെ വിട്ട് പോരാണ്ട് കറക്റ്റ് ഷേപ്പിന് കിട്ടത്തുള്ളൂ. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് റോളാക്കി എടുത്തുള്ളൂ, അതുകൊണ്ടാണ് ക്രാക്കൊക്കെ വീണത് ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ. അങ്ങനെ വീണാൽ തന്നെ ഇതേമാതിരി ഒന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് റെഡി ആവും. ഇത് നമുക്കൊരു പ്ലേറ്റിനകത്തോട്ട് എടുത്ത് വയ്ക്കാം. നെക്സ്റ്റ് ബോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇനി എടുക്കുന്ന ബോളെല്ലാം നന്നായിട്ട് ഇങ്ങനെ കൈയിൻ്റെ ഉള്ളിലിട്ട് ചെയ്യുക. അപ്പോൾ കൈ നനച്ച് കൊടുക്കണം കേട്ടോ, അത് മറക്കരുത്. നന്നായിട്ട് കുറച്ച് നേരം ഒരു 30 സെക്കൻഡൊക്കെ നന്നായിട്ടൊന്ന് കൈൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടിട്ടൊന്ന് ഇതേമാതിരി ബോളാക്കുക. എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ സൈഡൊക്കെ ക്രാക്ക് ഇല്ലാണ്ട് നമുക്ക് കിട്ടും. കണ്ടോ? ഇനിയിപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നേരത്തെ പറഞ്ഞോണം ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇതിനകത്ത് വലിയ ക്രാക്കൊന്നുമില്ല. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തതേ ഉള്ളൂ. ഇത് നമുക്ക് ഇതേമാതിരി തന്നെ ആക്കി വയ്ക്കാം. ഇത് ഓരോ ബാച്ചായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. 3-4 എണ്ണമായിട്ട് ചെയ്യുക. എന്നിട്ട് എണ്ണയിലിട്ട് വറുത്ത് കോരാം. എന്നിട്ട് നെക്സ്റ്റ് ബാച്ച് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം ഇതേമാതിരി തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് എണ്ണയിൽ വറുത്ത് കോരി എടുത്താൽ മതി. അപ്പോൾ എണ്ണ ഇവിടെ മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടാക്കിയതാണ്. അതിനകത്തോട്ട് നമുക്ക് നമ്മുടെ കട്ട്ലേറ്റ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 4 കട്ട്ലേറ്റാണ് ആദ്യം ഉണ്ടാക്കിയത്. അത് എണ്ണയിലിട്ട് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത ബാച്ചിനുള്ളതും റെഡിയാക്കാം. അപ്പോൾ ഇത് ഫ്രൈ ആവാൻ അധികം സമയമൊന്നും വേണ്ട. ഏകദേശം ഒരു 30 സെക്കൻഡ് ആകുമ്പോഴേക്കും ഒരു ഭാഗം തന്നെ നല്ല ഗോൾഡൻ കളർ ആവും. ആ സമയത്ത് നിങ്ങൾ മറിച്ച് കൊടുത്താൽ മതി. തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിലാണ്, ഹൈ ഫ്ലെയിമിലല്ല. അപ്പോൾ മറിച്ച് കൊടുക്കുന്ന സമയമായപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ തീ. അതാണ് എണ്ണയുടെ ഒരു തിളപ്പൊന്ന് കുറഞ്ഞ് കിട്ടിയത്. അപ്പോൾ 30 സെക്കൻഡ് കഴിഞ്ഞപ്പോഴേക്കും അടിയിലത്തെ ഭാഗം നന്നായിട്ട് മുരിഞ്ഞ് കിട്ടി. ഇനി മുകളിലത്തെ ഭാഗം കൂടി ഒരു 30 സെക്കൻഡ് ഇട്ട് കഴിഞ്ഞാൽ ഇതേമാതിരി കളറായി കിട്ടും. ഇത്രയും കളർ വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കുറയ്ക്കാം, സമയം കുറച്ച് കുറയ്ക്കാം. ഒരു യെല്ലോ കളറൊക്കെ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ എടുക്കാം. ഇതിപ്പോൾ നല്ല കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റിയെടുക്കാം. ഇതേപോലെ മാറ്റിയെടുക്കുക. എന്നിട്ടൊരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റി കൊടുക്കുക. ഇച്ചിരി എണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ എണ്ണയൊക്കെ പോയി കിട്ടും. അപ്പോൾ നെക്സ്റ്റ് ബാച്ചും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. നെക്സ്റ്റ് ബാച്ചിനുള്ള കട്ട്ലേറ്റ് മുഴുവൻ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിട്ട് കൊടുത്തിട്ടാണ് ഞാൻ തേർഡ് ബാച്ചിലേക്കുള്ള കട്ട്ലേറ്റും റെഡിയാക്കണത് കേട്ടോ. ഇതും ഞാൻ നേരത്തെ പറഞ്ഞോണം 30 സെക്കൻഡ് തന്നെ മതിയായിരിക്കും ഇത് കളറായി വരാൻ. അതിൽ കൂടുതലൊന്നും വെക്കണ്ട. ഇപ്പോൾ ഒരു ഭാഗമായി വന്നിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഭാഗം നമുക്ക് അപ്പുറത്തെ ഭാഗം മറിച്ചിട്ട് കൊടുക്കാം. ഇത് നേരത്തെ അത്രയും ഞാൻ കളറാക്കിയില്ല കേട്ടോ. ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തു, അതുകൊണ്ടാണ് ഇത്രയും നേരത്തെ അത്രയും കളറാവാഞ്ഞത്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ ഇത് കാണിച്ചു തരാൻ കാരണം നിങ്ങൾക്കിടെ കളറിൻ്റെ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാനാണ്. ഈ ഒരു കളറിൽ മതി എന്നുണ്ടെങ്കിൽ അത് നോക്കി നിന്നാൽ മതി. ഒരു 20 സെക്കൻഡ് കഴിഞ്ഞപ്പോഴേക്കും മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു നല്ലൊരു കളറിൽ കിട്ടും. അല്ലെങ്കിൽ ഇച്ചിരി മുരിഞ്ഞിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നേരത്തെ ചെയ്തോണം, അങ്ങനെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഓരോന്നും ഇവിടെ വറുത്ത് വയ്ക്കും. അതിൻ്റെ എണ്ണം കുറഞ്ഞ് വന്നിട്ടാണ് ലാസ്റ്റ് ഇത്ര ആയത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലേറ്റാണ്. ആദ്യം എടുത്തത് ഭയങ്കര ചൂടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ വെച്ചത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന നല്ലൊരു പലഹാരമാണ്, 4 മണി പലഹാരമാണ്. അതേമാതിരി കുട്ടികൾക്കിപ്പോൾ സ്നാക്സ് ബോക്സിലൊക്കെ ആക്കി കൊടുക്കാൻ പറ്റാവുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്കും കസിൻസിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.